എല്ലാവരും ഞാൻ ഭാവത്തിൽ തന്നെ അടിയുറച്ച് ഇരിക്കുകയാണെന്ന് തോന്നുന്നു. താൻ ഭാവത്തിലേക്ക് യാതൊരു കാരണവശാലും മാറുകില്ല എന്ന ഒരു വ്രതം ഉള്ളതുപോലെയാണ് തോന്നുന്നത്. അത് വേണ്ട. ഏത് സമയത്താണ് നമുക്ക് ഈ ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഏതൊരു സമയത്താണോ ഈ അറിവ് നമുക്ക് ലഭിക്കുന്നത്, ദൈവഗത്യ നമുക്കത് കിട്ടിയിരിക്കുന്നു, കേൾക്കാൻ സാധിച്ചിരിക്കുന്നു, നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ഭഗവത്ഗീത അങ്ങനെയാണ് പറയുന്നത്. ആ ജ്ഞാനം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ ലോകത്ത് കിട്ടാവുന്നുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം. ഇതിനപ്പുറത്ത് മറ്റൊരു ജ്ഞാനം ഇല്ല. വേറെ എന്തെല്ലാം ജ്ഞാനങ്ങൾ, ഏതെല്ലാം ഭൗതിക ജ്ഞാനങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും ഇതിൻ്റെ അടുത്തെത്തുകയില്ല. പരമമായ ജ്ഞാനം ഇത് മാത്രമാണ്. ഏതാണ്? തൻ്റെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ. ഞാനായിരിക്കുന്ന ഈ നിലയിൽ നിന്ന് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ തന്നിൽ തന്നെ ഉണ്ടായിട്ടും അറിയാതിരിക്കുന്ന തന്നിലെ താനിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നത്, അത് അവരവർ തന്നെ ചെയ്യണം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ നായരോ ഈഴവനോ നാടാരോ ഒന്നുമല്ല. ഞാൻ നാമരൂപരഹിതമായ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന, എല്ലാത്തിനെയും കോർത്തിണക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന, ഏന സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ തത് സൂത്രം ധാരയേത് യോഗി. ഏതൊന്നാണോ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് നിർത്തിയിരിക്കുന്ന ആ സൂത്രം, ആ ബ്രഹ്മമാകുന്ന സൂത്രം, അതെന്നിൽ കൂടിയും കടന്നു പോകുന്നു. അതാണ് എൻ്റെ അസ്തിത്വം, എന്നിലെ സ്വത്വം, എന്നിലെ താൻ. അതിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ് എന്നിലെ ഞാൻ. നമ്മളെല്ലാം ആ ഞാൻ ഭാവത്തിൽ നിരന്തരമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ജന്മത്തിൽ മാത്രമല്ല, എത്രയോ ജന്മങ്ങളിൽ കൂടി കടന്നു വന്നിരിക്കുന്ന ആ ശീലം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ മാറ്റുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. പക്ഷേ മാറ്റാതെ നിങ്ങൾക്ക് മോചനം കിട്ടുകയില്ല. ആ ജ്ഞാനം കിട്ടുന്നത് ബഹൂനാം ജന്മനാമന്തേ, അനവധി ജന്മങ്ങൾ കഴിയണം. പക്ഷേ ഈ ജന്മത്തിൽ, മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ അസുലഭ സന്ദർഭത്തിൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഇവിടെ വച്ച് വേണമെങ്കിൽ ഈ നിമിഷം തന്നെ നമുക്ക് അതിലേക്ക് മാറാം. ഞാൻ ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല. ഞാൻ നാമരൂപരഹിതമായ എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ പരമചൈതന്യം, ആ പരമാത്മ ചൈതന്യം, അതാണ് എന്നിലെ താൻ. അതിൽ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ് എന്നിലെ ഞാൻ. ആ ഞാൻ ഭാവത്തിലാണ് നമ്മളെല്ലാം നിലനിൽക്കുന്നത്. ആ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റി തന്നിൽ തന്നെയുള്ള എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സർവേശ്വര ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവം സദാ തന്നിൽ നിലനിർത്തുക. ശിവോഹം 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 ശിവോഹം, ശിവം, ആ മംഗളസ്വരൂപം, അതാണ് തന്നിലെ താൻ എന്ന ബോധത്തിലേക്ക് നിങ്ങൾ പുനർജനിക്കണം. പുനർജനിക്കാത്തിടത്തോളം കാലം ഞാനിൽ നിന്ന് താനിലേക്ക് പുനർജനിക്കണം. പുനർജനിക്കാത്തിടത്തോളം കാലം ഞാൻ ഭാവത്തിലാണ് നിങ്ങൾ ഈ ശരീരം വെടിയുന്നത് എങ്കിൽ, ജീവൻ പിരിയുന്നത് എങ്കിൽ, പിന്നെയും
പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി, ജഡരേ ശയനം എന്ന മട്ടിൽ ഈ ചര്യ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതിൽ നിന്ന് മോചനം വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് മോക്ഷ. മോക്ഷമെന്ന് പറയുന്നത് എന്താണ്? ഈ ജനിമൃതികളിൽ നിന്നുള്ള മോചനം. ഇനി ജനിക്കാതിരിക്കണം. ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. എങ്ങനെ മരിക്കാതിരിക്കാൻ സാധിക്കും? മരണസ്വഭാവമുള്ള എന്നിലെ ഞാനിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ അമരസ്വരൂപമായ തന്നിലെ താനിലേക്ക് മാറ്റി ഉറപ്പിക്കണം. അത്രയേ ഉള്ളൂ. ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എന്നിലെ താൻ. ഞാൻ ലിമിറ്റഡായി ഈ ശരീരത്തിൽ മാത്രം. എന്നിലെ താൻ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന അവിനാശിയായ ഒരിക്കലും മരണമില്ലാത്ത ആ വസ്തുവാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ എന്ന് ബോധിച്ച് ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ അതുമായിട്ട് യോജിപ്പിക്കാം. എങ്ങനെയാണ് യോജിപ്പിക്കുന്നത്? സ്വന്തം തീരുമാനം, യെസ് ഐ എം ദാറ്റ്, ഉറപ്പിച്ച്. അതാണ് ഞാൻ എന്ന് പറയുന്നത്. താൻ, ഞാനെന്ന് പറയുന്നത് തൻ്റെ പ്രതിബിംബം ഉള്ളതുപോലെ കാണപ്പെടുന്നു, അല്ലേ? എല്ലാ ശരീരം ഒരേ സൂര്യൻ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജലാശയങ്ങളിലും പ്രതിബിംബിക്കുന്നു. സൂര്യനൊന്ന്. അതുപോലെ തന്നിലെ താൻ എല്ലാ ശരീരങ്ങളിലും അവരവരിലെ ഞാൻ ഭാവമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ താൻ ഏകം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച്, ആ ബോധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിരന്തരമായ ശ്രവണത്തിലൂടെ. നമുക്കതിനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നു. നിരന്തരമായിട്ട് നമുക്കതുതന്നെ കേൾക്കാൻ സാധിക്കുന്നു. എല്ലാ ദിവസവും അതുതന്നെ സാധിക്കുന്നു. ഇപ്പോൾ ഋഭുഗീതയിലൂടെയും നമ്മൾ അതുതന്നെയാണ് കേൾക്കുന്നത്. അദ്വൈതാനുഭൂതിയിലൂടെയും അതുതന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത്. അപരോക്ഷാനുഭൂതിയിലൂടെയും അതുതന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഋഭുഗീതയിൽ 6-ാമത്തെ മന്ത്രത്തിലേക്ക് 7-ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ്. 6-ാമത്തെ മന്ത്രത്തിൽ കഴിഞ്ഞ 6-ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത് യസ്യ ദേഹാദികം നാസ്തി യസ്യ ബ്രഹ്മേതി നിശ്ചയഃ പരമാനന്ദപൂർണോ യഃ സ ജീവൻ മുക്തഃ ഉച്യതേ. ഈ ശരീരങ്ങളൊന്നും എനിക്കില്ല. ഈ സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമോ കാരണശരീരമോ ഒന്നും എനിക്കില്ല. ഞാൻ ആ ശുദ്ധ സ്വരൂപം, ആ ബ്രഹ്മസ്വരൂപം, എന്നിലെ താൻ, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് അറിഞ്ഞവൻ ജീവൻ മുക്തൻ. അടുത്ത മന്ത്രത്തിൽ പറയുന്നത് യസ്യ കിഞ്ചിദഹം നാസ്തി. ആർക്കാണോ അഹം, ഞാൻ അല്പം പോലും ഇല്ലാത്തത്, തന്നിലെ ഞാൻ എങ്ങനെയാ ഇല്ലാതായിത്തീരുന്നത്? ഈ കേട്ട കാര്യങ്ങൾ, ഈ ശരീരത്തിനകത്തിരിക്കുന്ന നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാൻ ഭാവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലും സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ഉണർന്നവൻ തൻ്റെ ഇടത്തോടുകൂടി പറയും എന്നിൽ ഞാനില്ല. ഞാനില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? ഞാനിൽ നിന്ന് താനിലേക്ക് തന്നെ ഉദ്ധരിപ്പിച്ചിരിക്കുന്നവൻ. അതിന് പ്രത്യേക ഉദ്ധാരണമൊന്നും വേണ്ട. ഉദ്ധരേദാത്മനാത്മാനം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ? അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. എങ്ങനെ? ഈ കേൾക്കുന്ന അറിവിലൂടെ. വേറെ ഒരു സാധനയുടെയും ആവശ്യമില്ല. ഈ കേൾക്കുന്ന അറിവിനെ നിങ്ങൾ അത് ബോധിച്ച് യെസ് തീരുമാനിച്ച് സ്വയം പ്രഖ്യാപിക്കണം. ഈ കുട്ടപ്പനല്ല ഞാൻ, ഗോപാലകൃഷ്ണനല്ല ഞാൻ, ഈ ഹിന്ദു അല്ല ഞാൻ, ക്രിസ്ത്യാനി അല്ല ഞാൻ, മുസൽമാനല്ല ഞാൻ, ജാതി നീതി കുല ഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം
എനിക്ക് നാമമോ രൂപമോ ഒന്നുമില്ല. ഞാൻ നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപം, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, ഹിന്ദുവിൽ കൂടിയും ക്രിസ്ത്യാനിയിൽ കൂടിയും മുസൽമാനിൽ കൂടിയും സർവ്വചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ഏകമായ പരബ്രഹ്മം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ. ആ ഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഉണരണം. അതാണ് ഉദ്ധരേതാത്മനാത്മാനം. എവിടുന്നാണ് ഉദ്ധരിപ്പിക്കേണ്ടത്? ലിമിറ്റഡായി തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഉദ്ധരിപ്പിക്കണം. എന്താ ഗുണം അതുകൊണ്ടുണ്ടാകുന്നത്? മോക്ഷം. എന്താ മോക്ഷമെന്ന് പറയുന്നത്? മരണമില്ലാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് മരിക്കാത്തത്? മരണമില്ലാത്ത ആ വസ്തുവിലേക്ക് തന്നെ ഉദ്ധരിപ്പിച്ചു, ഉയർത്തി. ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉദ്ധരിപ്പിച്ചു, ഉയർത്തി, ബോധിച്ചു, സ്വയം പ്രഖ്യാപിച്ചു. ഐ ആം ദാറ്റ്, നോട്ട് ദിസ്. ഈ ശരീരത്തിൽ നാമരൂപധാരിയായിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സമം സർവേഷു ഭൂതേഷു യോ മാം പശ്യതി സർവത്ര സർവം ച മയീ പശ്യതി. ആരാണോ എന്നെ സർവ്വതിലും കാണുന്നത്? ഒരു പട്ടിയെ കാണുമ്പോൾ പട്ടിയിൽ കൂടി കടന്നു പോകുന്ന ചൈതന്യം തന്നെയാണ് എന്നിൽ കൂടി കടന്നു പോകുന്നത്. രാജാവിനെ കാണുമ്പോൾ രാജാവിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യം തന്നെയാണ് എന്നിൽ കൂടിയും കടന്നു പോകുന്നത്. അതുകൊണ്ട് എനിക്കും രാജാവിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, എനിക്കും പട്ടിക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരു മതത്തിലും ഈ തരത്തിലുള്ള അറിവ് ഇല്ല. ഭാരതത്തിലുള്ള ഈ മതത്തിൽ മാത്രമാണ് ഈ അറിവ് ഉള്ളത്. അതുകൊണ്ട് ലോക ജനസംഖ്യയിൽ ഭാരതീയരുടെ നില എന്ന് പറയുന്നത് പരമോന്നത നിലയിലാണ്. അവിടെയൊന്നും ആർക്കും എത്താൻ കഴിയില്ല. ഈ അറിവ് വേറെ ഒരു സ്ഥലത്തുമില്ല. ആ അറിവിൻ്റെ ഉടമകളായ നിങ്ങൾ ഓരോരുത്തരും അതറിയാതെ ഞാൻ ഭാവത്തിൽ ജീവിച്ച് ഞാൻ ഭാവത്തിൽ തന്നെയാണ് മരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നത് എങ്കിൽ ഇതിൽ പരം നഷ്ടം മറ്റൊന്നും സംഭവിക്കാനില്ല. വളരെ നിസ്സാരമായിട്ട് ഈ നിമിഷം, ഈ കേൾക്കുന്ന നിമിഷം തന്നെ നിങ്ങളെ ഉദ്ധരിപ്പിക്കാം. ഇനി മുതൽ ഞാൻ ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല, ഗോപാലകൃഷ്ണനല്ല, ഞാൻ ആ ശുദ്ധ സ്വരൂപം, സച്ചിദാനന്ദ സ്വരൂപം, എങ്ങും നിറഞ്ഞു നിൽക്കുന്നു, എല്ലാവരിൽ കൂടിയും കടന്നു പോകുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം, ആ ബ്രഹ്മം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സ്വയം ഡിക്ലെയർ ചെയ്യണം. യെസ്, ഐ എം ദാറ്റ്. തന്നിലെ താൻ. അതാണ് ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഉയർത്തുന്ന ചര്യ. വേറൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഒന്നും കാണാതെ പഠിക്കണ്ട. ഈ അറിവ് നിങ്ങൾ സ്വായത്തമാക്കുക, സദാ ബോധത്തിൽ നിലനിർത്തുക. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അതാണ് ഉപനിഷത്തുകളുടെ എല്ലാ പ്രഖ്യാപനം. തത് ത്വമസി, നീ അതാകുന്നു. ഏത്? അതാണിപ്പോൾ പറഞ്ഞത് മുഴുവനും. ഏതൊന്നാണോ എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നുപോയി എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അത് തത് ത്വമസി, അത് നീയാകുന്നു, നിന്നിലെ താൻ. പക്ഷേ ഓരോരുത്തരും തന്നിൽ ഞാനായിട്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രതിബിംബമായിട്ടിരിക്കുകയാണ്. ആ പ്രതിബിംബമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തെറ്റിദ്ധരിച്ച് ഓരോരുത്തരും അതിൽ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ ജന്മങ്ങളിലൂടെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി അത് പാടില്ല. ഈ ജന്മം കൊണ്ട് ഇനി ആ ജനിമൃതികളിൽ നിന്നുള്ള മോചനം സുലഭമാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പം നേടാവുന്നതാണ് മോക്ഷം. 7-ാമത്തെ മന്ത്രം പറയുന്നു, യസ്യ കിഞ്ചിദഹം നാസ്തി, അഹം നാസ്തി. ആരിലാണോ ഈ അഹം, ഞാൻ എന്ന ഭാവം, ആ ബോധം
ഇല്ലാതിരിക്കുന്നത്. ഇത് കേട്ട് 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 ആ ഞാൻ ഭാവത്തിൽ നിന്ന് ആരാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉയർത്തുന്നത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉയർത്തേണ്ട കാര്യമൊന്നുമില്ല. കേൾക്കുന്ന ആളിന് ബോധ്യമാകുന്ന അവസരത്തിൽ താനേ ആ നിലയിലേക്ക് ഉയരും. ഞാനെന്ന് പറയുമ്പോൾ ലിമിറ്റഡായി ഈ ശരീരത്തിൽ മാത്രം. തന്നിലെ താൻ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിലും സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവ്വവ്യാപി. മഹോപനിഷത്തിൽ പറയും, നാഹം ച അന്യദസ്തീഹ ബ്രഹ്മൈവാസ്മി നിരാമയം ഇദം അസതോർ മധ്യാത് യ പശ്യതി സ പശ്യതി. നാഹം ച അന്യദസ്തി, ഞാൻ മറ്റൊന്നുമല്ല, പിന്നെ എന്നിലെ താൻ. തന്നെക്കുറിച്ച് കേട്ട് 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 അറിഞ്ഞ് അയാൾ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. തന്നിലെ താനിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവനിലും തന്നെ കാണാം, അവളിലും തന്നെ കാണാം, ഹിന്ദുവിലും തന്നെ കാണാം, ക്രിസ്ത്യാനിയിലും തന്നെ കാണാം, പട്ടിയിലും തന്നെ കാണാം. സർവചരാചരങ്ങളിലും താൻ തന്നെയാണ് പ്രകാശിച്ചു നിൽക്കുന്നത്. താൻ സർവവ്യാപി. ഇതാണ് സർവവ്യാപി തു ജനാർദ്ദന. നാഹം ച അന്യദസ്തീഹ ബ്രഹ്മൈവാസ്മി നിരാമയം. യാതൊരു തരത്തിലുള്ള ക്ലേശങ്ങളോ ദുരിതങ്ങളോ ഇല്ലാത്ത ആ ബ്രഹ്മം തന്നെയാണ് താൻ എന്ന് ബോധിച്ച് ഉറച്ചു കഴിഞ്ഞു. കേട്ട് കേട്ട് ഉറച്ചു കഴിഞ്ഞിട്ട് ആ ഉറപ്പിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിൽക്കുന്നത്, ഇദം സദരസതോർ മധ്യാത്, സത്തിൻ്റെയും അസത്തിൻ്റെയും മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യം തന്നിൽ കൂടിയും കടന്നു പോകുന്നു എന്ന് ബോധിച്ച് ആരാണോ ആ അറിവ് നിലയിൽ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, അതിനെ ആരാണോ സർവരിലും കാണുന്നത്, അവനെയാണ് യോഗി എന്ന് പറയുന്നത്. തൻ്റെ ശ്രദ്ധ അതുമായിട്ട് യോജിച്ചു കഴിഞ്ഞു. അതിനെ കാണാതെ കാണും. വൈദ്യുതിയെ കാണാതെ കാണുന്നില്ലേ? ഇവിടുത്തെ ബൾബിലും മൈക്കിലും ഒക്കെ കൂടെ കടന്നു പോകുന്ന ആ ചൈതന്യം, ആ വൈദ്യുതി നമ്മൾ കാണാതെ കാണുന്നത് കൊണ്ട് നമ്മൾ പറയുന്നു കറണ്ടുണ്ട്, വൈദ്യുതി ഉണ്ട്, കാണുന്നില്ല. പക്ഷേ ഉപാധികളിലൂടെ നാം അതിനെ കാണുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ശരീരമാകുന്ന ഉപാധിയിലൂടെ നമ്മൾ ഓരോരുത്തരും അതിനെ അറിയുന്നു. കാണുക എന്ന് പറഞ്ഞാൽ അറിയുന്നു, കാണൽ അറിയൽ. അത് ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഏതൊരാളിനാണോ ആ അറിവ് നിലയിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കാനും സ്ഥിരപ്പെടുത്താനും സാധിക്കുന്നത്. ഏതിനെയാണ് സ്ഥിരപ്പെടുത്തേണ്ടത്? തൻ്റെ പ്രജ്ഞയെ. അവനെയാണ് സ്ഥിരപ്രജ്ഞൻ, സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ പറയുന്നത്. തന്നിലെ ആ ശുദ്ധ സ്വരൂപത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ശുദ്ധ സ്വരൂപമാണ് തന്നിൽ കൂടിയും കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആരാണോ പശ്യതി സ പശ്യതി, അതിനെ കാണാതെ കാണുന്നത്. അതിനെങ്ങനെ കാണുന്നത്? എൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. ആ അറിയൽ തന്നെയാണ് കാണൽ. അതിനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് തർക്കിക്കാനൊന്നും പോകരുത്. അതിനെ കാണാൻ സാധിക്കില്ല. ബൾബ് കത്തുമ്പോൾ നമുക്ക് വൈദ്യുതി ഉണ്ടെന്നറിയാം, വൈദ്യുതിയെ കാണാനൊക്കില്ല. വേണമെങ്കിൽ തൊട്ട് നോക്കാം, ഇല്ലേ? വിവരം അറിയുകയും ചെയ്യും. തൊട്ട് നോക്കിയാൽ വിവരം അറിയുകയും ചെയ്യും. അതുപോലെയാണ് വൈദ്യുതിയെ ഏത് പ്രകാരമാണോ കാണാൻ കഴിയാതിരിക്കുന്നത്, അതുപോലെ നമ്മുടെ സ്വരൂപത്തെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ അറിവ് നിലയിലേക്ക് ഉണർന്ന ഒരാൾ കാണുന്നതെല്ലാം അതുതന്നെയാണ്. ബൾബ് പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ കാണുന്നത് വൈദ്യുതിയെയാണ്. ആ വൈദ്യുതിയെ പ്രകാശരൂപത്തിലൂടെ കാണാതെ കാണുകയാണ് ചെയ്യുന്നത്. അതുപോലെ സർവചരാചരങ്ങളെ കാണുമ്പോഴും അത് പട്ടിയായാലും പൂച്ചയായാലും പക്ഷിമൃഗാദികളായാലും വൃക്ഷലതാദികളായാലും എല്ലാത്തിലെയും ചൈതന്യം ആ ബ്രഹ്മം തന്നെയാവുന്നു. അങ്ങനെ ഏതൊരാളാണോ ചിന്മാത്രേണ അവതിഷ്ഠതേ, ആ ചിത് സ്വരൂപം, ആ ബ്രഹ്മസ്വരൂപത്തിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ
ഉറപ്പിച്ചിരിക്കുന്നത്. ചിന്മാത്രേണ അവതിഷ്ഠതേ യസ്യ കിഞ്ചിദഹം നാസ്തി. ആരിലാണോ തന്നിലെ ഞാൻ ഇല്ലാതിരിക്കുന്നത്, അല്പം പോലും ഇല്ലാതിരിക്കുന്നത്, ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, പിന്നെ ആരാ? ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്നിലെ താൻ. ഞാനും താനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ബിംബം, മറ്റത് പ്രതിബിംബം. കുളത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിബിംബ സൂര്യൻ യഥാർത്ഥ സൂര്യനല്ല, എന്നാൽ യഥാർത്ഥ സൂര്യനുമാണ്. യഥാർത്ഥ സൂര്യനില്ലെങ്കിൽ, ആ ബിംബമില്ലെങ്കിൽ അവിടെ പ്രതിബിംബമില്ല. അപ്പോൾ അഭേദജ്ഞാനം അവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം എന്ന അറിവിലൂടെ തിരിച്ചറിഞ്ഞ് ആരാണോ അതിനെ കാണാതെ കാണുന്നത്, അവനാണ് കാണേണ്ടതിനെ കാണുന്നത്. അതിനെയാണ് യപശ്യതി സപശ്യതി എന്ന് പറയുന്നത്. യസ്യ കിഞ്ചിദഹം നാസ്തി ചിന്മാത്രേണ അവതിഷ്ഠതേ പരാനന്ദോ മുദാനന്ദ സ ജീവൻ മുക്ത ഉച്യതേ. അവൻ സദാ ആനന്ദ സ്വരൂപിയായിരിക്കുന്നു. എപ്പോഴും ആനന്ദം മാത്രമാണ് അവനുള്ളത്. ആരാണോ തന്നിൽ താനായിരിക്കുന്നത് അവൻ ആനന്ദ സ്വരൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപം. ബ്രഹ്മം തന്നെയാണ് ആനന്ദ സ്വരൂപം. അതുകൊണ്ട് മഹോപനിഷത്ത് പറയുന്നത് നാഹം ച അന്യദസ്തീഹ. ആ ബോധത്തിലേക്ക് ഉറപ്പ് നേടിയാൽ സ്വയം പ്രഖ്യാപിക്കുന്നു, ഞാൻ മറ്റൊന്നുമല്ല, ഞാൻ ആ ബ്രഹ്മം തന്നെയാകുന്നു, ആ ശുദ്ധ സ്വരൂപം തന്നെയാകുന്നു. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും സ്വയം പ്രഖ്യാപിക്കണം. ഒന്നും കാണാതെ പഠിക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ അതുണ്ടായിട്ടും നിങ്ങൾ അറിയാതിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. ആ അറിവിനെ നിങ്ങൾ സ്വായത്തമാക്കണം. എങ്ങനെയാണ് സ്വായത്തമാക്കേണ്ടത്? ഞാൻ അതാണ് എന്ന് ഉറപ്പായിട്ട് സ്വയം പ്രഖ്യാപിക്കണം. ഈ നാമരൂപധാരിയായ ഞാനല്ല. നിങ്ങളുടെ പേര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താ നിങ്ങളുടെ പേര്? വസുമതി ആണോ? ആ വസുമതി എന്നുള്ള പേരുമായിട്ടാണോ നിങ്ങൾ ജനിച്ചത്? ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആരോ ഒരാൾ, അച്ഛനോ അമ്മയോ വീട്ടുകാരോ വസുമതി എന്നുള്ള പേര് നിങ്ങൾക്ക് ചാർത്തി തന്നു. വസുമതിയായിട്ട് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വസുമതിയാണോ? എന്താ അതിനർത്ഥം? ഒരർത്ഥവുമില്ല, നിരർത്ഥകമാണത്. ആ നിരർത്ഥക സ്വരൂപത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വസുമതി എന്നുള്ള പേരിന് പകരം വസന്തകുമാരി എന്നാണ് ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ വസന്തകുമാരിയായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കും, അല്ലേ? ഒരു മാറ്റവുമില്ലല്ലോ. ബഷീർ എന്ന് പറയുന്ന ആളിന് ബഷീർ എന്നുള്ള പേരിന് പകരം മമ്മൂക്കോയ എന്നാണ് ഇട്ടിരുന്നെങ്കിൽ അവൻ മമ്മൂക്കോയയായിട്ട് ജീവിക്കും. യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ മമ്മൂക്കോയയും ബഷീറും ഒക്കെ അജ്ഞാന കേന്ദ്രങ്ങളാണ്. അതൊന്നും സത്യമല്ല. സത്യമായിട്ടുള്ളത് നാമരൂപരഹിതമായ ആ ചൈതന്യം. അതുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നതിന് മുൻപ് ആ നാമരൂപരഹിതമായ ആ ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ താൻ എന്ന് ബോധിച്ച് ആരുടെ ശ്രദ്ധയാണോ ആ ബോധനിലയിൽ തന്നെ തന്നിൽ സദാ വർത്തിക്കുന്നത്, ദാറ്റ് ഈസ് ആധ്യാത്മികത. അതാണ് സ്പിരിച്വാലിറ്റി. അതിനുവേണ്ടി താടിയൊന്നും വേണ്ട, കാഷായം വേണ്ട, കുടുംബത്തെ കളയേണ്ട, ഒന്നും വേണ്ട. എല്ലാം നിലനിർത്തിക്കൊണ്ട്, കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട്, ഗൃഹസ്ഥനായിരുന്നു കൊണ്ട്, ഗൃഹസ്ഥായി കർമ്മങ്ങൾ മുഴുവനും അനുഷ്ഠിച്ചുകൊണ്ട് ഈ അറിവ് നിലയിലേക്ക് തൻ്റെ ശ്രദ്ധയെ ആർക്കും മാറ്റാം. അവിടെ ജാതി മത പരിഗണനകളേയില്ല. സർവർക്കും വേണ്ടിയുള്ള അറിവാണ് ഈ ഭാരതത്തിലുള്ള അറിവ്, വേദത്തിലെ അറിവ്. എല്ലാവർക്കും, സർവ്വരാജ്യങ്ങൾക്കും. അവിടെ ഇന്ത്യ ഭാരതം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ലോകം മുഴുവനുമുള്ള ആളുകൾ ഈ അറിവിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും ഈ അറിവ് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അറിവിലേക്ക് ഉണരുന്ന ലോക ജനത ഈ അറിവിലേക്ക് സ്വയം മാറിക്കൊണ്ടിരിക്കും. ലോകം മുഴുവനും ഈ അറിവ് നിറയും. ലോകത്തെ മുഴുവനും നയിക്കാൻ പോകുന്നത് ഭാരതത്തിൻ്റെ ഈ അറിവായിരിക്കും. കാരണം വേറെ ഇല്ല, വേറെ എവിടെ ഇരിക്കുന്നു? ഈ അറിവാണ്
ഏകമായ അറിവ്. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി. ആ സാക്ഷി ചൈതന്യം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഉണർവോടുകൂടി നിങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ചൈതന്യം, അത് ഈ ജന്മത്തിനും സാക്ഷി. ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ ആ ജീവിതങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതിനെക്കുറിച്ച് ഏതൊരു ജന്മത്തിലാണോ നിങ്ങൾക്ക് ബോധവാനാകാൻ കഴിയുന്നത് ആ ജന്മമാണ് നിങ്ങൾക്ക് ഏറ്റവും പവിത്രമായ ജന്മം. സഫലമീ ജീവിതം, സഫലമീ ജന്മം എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഈ അവസ്ഥ നേടാൻ കഴിയുമ്പോഴാണ്. മരിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കിത് കേൾക്കാൻ കഴിയുന്നു. ഈ കേൾക്കുന്ന കാര്യം ഏതൊരാളാണോ തൻ്റെ പ്രജ്ഞയിൽ, തൻ്റെ ബുദ്ധിയിൽ, തൻ്റെ ബോധത്തിൽ ഉറപ്പിക്കുന്നത്, ഒരുത്തരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. എന്തിനാ? ഇത് നിങ്ങളുടെ കാര്യം. ചത്തുപോകുന്ന അവസരത്തിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ സഹായിക്കാൻ? 5 മിനിറ്റ് കഴിഞ്ഞ് ചാകാമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ആ 5 മിനിറ്റ് കാത്തു നിൽക്കാൻ സാധിക്കുമോ? ആർക്കെങ്കിലും സഹായിക്കാൻ സാധിക്കുമോ? മരിക്കുന്നതിന് മുൻപ് ഏതൊരാളിനാണോ ഞാനെന്ന് പറയുന്നത് ആ ശുദ്ധബോധസ്വരൂപമാണ് എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തി ഉറപ്പിക്കാൻ സാധിക്കുന്നത്, ഉറപ്പിക്കണം. മരണസമയത്തും ആ ഭാവം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അന്തകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം. അവസാന കാലത്ത് ആരാണോ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നത്, അന്തകാലേച്ച മാമേവ സ്മരൻ മുക്ത്വ, മാം ഏവ. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് മാം എന്ന് പറയുന്നത് ഏതിനെയാണ്? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ. ഞാനെന്ന് പറയുന്ന ആ അഹം ആത്മചൈതന്യമാകുന്നു. കൃഷ്ണൻ പറയുകയാണ്, ഞാനെന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം, ആ സാക്ഷി ചൈതന്യം, ആ ശുദ്ധസ്വരൂപം തന്നിലെത്താൻ. എവിടെയായിരിക്കുന്ന കൃഷ്ണൻ? നിങ്ങളുടെ ഉള്ളിൽ. അതാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. എല്ലാത്തിൻ്റെയും ആദിയും മധ്യവും അന്തവും ഒക്കെ ഞാൻ തന്നെയാണ്. ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന താൻ, തന്നിലെ താൻ. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ ഈ നാമരൂപധാരിയായ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിൽ താനായിരിക്കുന്നത്, സദാ ആ ഭാവത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നത്, അതാണ് ഇനി ജന്മമില്ലാത്ത നില ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്ന മോക്ഷം. എങ്ങനെ മോക്ഷം കിട്ടും? എവിടെ പോയാൽ മോക്ഷം കിട്ടും? കാട്ടിൽ പോയാൽ മോക്ഷം കിട്ടുമോ? അവിടെ പോയാൽ മോക്ഷം കിട്ടുമോ? കാശിയിൽ പോയാൽ മോക്ഷം കിട്ടുമോ? ഒരിടത്ത് പോയാലും മോക്ഷം കിട്ടുകയില്ല. ഈ അറിവ് നില ആരാണോ ഉൾക്കൊണ്ട്, ആ അറിവിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സ്ഥാപനം ചെയ്യുന്നത്, അവന് മാത്രമേ മോക്ഷം കിട്ടൂ. തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് തൻ്റെ ശ്രദ്ധയെ മാറ്റി പ്രതിഷ്ഠിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്ന ഉദ്ധരേതാത്മനാത്മാനം. അതിനൊരു ചെലവുമില്ല. കുടുംബം കളയണ്ട, ഭാര്യയെ കളയണ്ട, ഭർത്താവിനെ കളയണ്ട, ഉദ്യോഗം കളയണ്ട. ബി വിത്ത് ദ വേൾഡ്, ബി വിത്ത് എവ്രിതിങ്. ഒന്നിൽ നിന്നും ഒഴിയണ്ട. എല്ലാത്തിനും എല്ലാം നിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ നിവർത്തനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഈ കർമ്മത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന അറിവ് നിലയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ദാറ്റ് ഈസ് ആധ്യാത്മികത. അത് കേൾക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു.
ശ്രവണായപി ബഹുബുര്യോ ന ലഭ്യ. കേൾക്കാൻ പോലും കിട്ടുകയില്ല ഈ അറിവ്. പക്ഷേ നിരന്തരമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവ് ആരാണോ തന്നിൽ സ്ഥിരപ്പെടുത്തുന്നത്, അവസാന സമയത്തും ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം. അവസാന കാലത്ത് ഏതൊരാളാണോ ഈ ഭാവം നിലനിർത്തിക്കൊണ്ട് ശരീരം വെടിയുന്നത്, അയാളുടെ ജീവൻ മറ്റെങ്ങോട്ടും പോകുന്നില്ല. പക്ഷേ എങ്ങോട്ടാണ്, എന്തുമായിട്ടാണ് ചേർന്നത്? തന്നിൽ തന്നെയുള്ള, തന്നിലെ താനുമായിട്ട് യോജിച്ച് ആ ബ്രഹ്മമായിട്ട് മാറി. ദാറ്റ് ഈസ് മോക്ഷനില. ചുമ്മാ പറ്റിക്കുകയൊന്നുമല്ല, ഇതറിവ് നിലയാണ്. ആർക്കും, തിരിച്ചറിവുള്ള ആർക്കും പ്രായവ്യത്യാസമൊന്നുമില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. ഈ അറിവ് നിലയെക്കുറിച്ചാണ് വലിയ ആളുകളൊക്കെ പറഞ്ഞു സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കാൻ പാടില്ല, മുടിഞ്ഞു പോവും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. മുമ്പ് സ്ത്രീകൾക്കൊന്നും കൊടുത്തിരുന്നില്ല. ബുദ്ധൻ പോലും സ്ത്രീകൾക്ക് കൊടുത്തിരുന്നില്ല. അവസാനം ബുദ്ധൻ്റെ വളർത്തമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബുദ്ധൻ പറഞ്ഞു, എന്താണ്, എൻ്റെ മതം കുറേ കാലം ദീർഘകാലം നിലനിൽക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇനി ഒരു 1000 കൊല്ലം നിലനിന്നാലായി, അല്ലെങ്കിൽ 2000 കൊല്ലം നിലനിന്നാലായി. എന്തുകൊണ്ട്? സ്ത്രീക്ക് ദീക്ഷ കൊടുത്തു. തന്നെ പോറ്റി വളർത്തിയ ആ രണ്ടാനമ്മയ്ക്ക്, ബുദ്ധൻ ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചുപോയി. രണ്ടാനമ്മയാണ് വളർത്തിയത്. ആ അമ്മയ്ക്ക് ദീക്ഷ കൊടുത്തപ്പോൾ സ്ത്രീക്ക് ദീക്ഷ കൊടുത്തു എന്നുള്ള അർത്ഥത്തിൽ ബുദ്ധൻ പറഞ്ഞതാണ്. അത് ശരിയല്ല. ഇവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവും പാടില്ല. സർവ്വ ആളുകൾക്കും ഒരേപോലെ, വെദർ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, ഏതൊരാളാണോ തന്നിലിരിക്കുന്ന തന്നെക്കുറിച്ച് ബോധവാനായി ശരീരം വെടിയുന്നതിന് മുൻപ് ഞാൻ അതാണെന്ന് ബോധിച്ച് ആ നിലയിൽ തൻ്റെ ശ്രദ്ധയെ ഉറപ്പിച്ചാൽ അവന് പുനർജന്മമില്ല. എന്ന് പറഞ്ഞാൽ അവൻ മരിക്കാത്ത നിലയിലേക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉദ്ധരിപ്പിച്ചു. അതാണ് കാരണം, മരിക്കാത്തതിന് കാരണം എന്താ? അവൻ മരണമില്ലാത്ത ആ വസ്തുവാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശ്രദ്ധയെ അതുമായിട്ട് യോജിപ്പിച്ചു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. ആർക്കുമാകാം. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസം ഒന്നും ഇല്ല. ഗീതയിലെ 8-ാം അധ്യായത്തിൽ അക്ഷരബ്രഹ്മയോഗത്തിൽ അതിന് പറയുന്ന ഒരു മന്ത്രമുണ്ട്. അനന്യചേതാഹ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭഃ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. ഈ കേട്ട അറിവ് ഏതൊരാളാണോ മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ അനന്യചേതാഹ യോ മാം സ്മരതി നിത്യശഃ സദാ, തന്നിലെ തന്നെ ആരാണോ സദാ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ പറയുന്നു, എന്നെ ആരാണോ സദാ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ നിങ്ങൾ കൃഷ്ണനെ ഭജിക്കേണ്ട കാര്യമില്ല. കൃഷ്ണൻ ആരാണെന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ. സർവചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം, തന്നിലെത്താൻ. അപ്പോൾ ഇത് കേൾക്കുന്ന, ഈ അറിവിലേക്ക് ഉണരാൻ കഴിഞ്ഞിരിക്കുന്ന ഏതൊരാളും ഞാനെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താനാണ് എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധനിലയിൽ തന്നെ സദാ സ്മരിച്ചുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും വിചാരമില്ലാതെ അനന്യചേതാഹ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം. അവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് അഹം സുലഭഃ, വളരെ ലളിതമായിട്ട് വളരെ എളുപ്പം കിട്ടും. ആ എളുപ്പം എന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കിട്ടും. ആ ആത്മാവെന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നു? ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഞാനായിട്ടിരിക്കുകയാണ്, ഞാനിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാനിൽ നിന്ന് നിങ്ങൾ മോചനം നേടണം. നാമരൂപധാരിയായ ഞാനിൽ നിന്ന് എന്നാണോ നിങ്ങളെ മോചിപ്പിക്കുന്നത്, അന്നു മാത്രമേ നിങ്ങൾക്ക് മോചനമുള്ളൂ, മോക്ഷമുള്ളൂ. ആ മോക്ഷം കിട്ടുന്നത് അറിവിലൂടെയാണ്. ആ അറിവാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തസ്യാഹം, അങ്ങനെയുള്ള ആളുകൾക്ക് അഹം സുലഭ പാർത്ഥ, അങ്ങനെയുള്ള ആളായിരിക്കണം. നിത്യയുക്തസ്യ യോഗിനഃ, നിത്യവും അതുമായിട്ട് യോജിച്ചിരിക്കുന്നവൻ, സദാസമയവും ആ അറിവ് നിലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവൻ. ഇത് കേട്ട് അറിഞ്ഞു അങ്ങ് പോയി, ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ കേൾക്കും. അതുപോരാ, സദാസമയവും ഈ ഭാവം നിങ്ങളുടെ ഉള്ളിൽ സ്ഫുരിച്ചു കൊണ്ടിരിക്കണം. എന്താ? ശിവോഹം 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 ശിവോഹം. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം പോലെ ആ മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. എന്താ അതിനർത്ഥം? ഞാനെന്ന് പറയുന്നത് ആ മംഗളസ്വരൂപം എന്നിലെത്താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്നാണ് ശിവോഹം എന്ന മന്ത്രം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവം. ആ ഭാവമാണ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കേണ്ടത്. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല, നാമരൂപരഹിതമായ ആ ചൈതന്യമാണെന്നുള്ള ഭാവം ആരിലാണോ സദാ പ്രകാശിച്ച് നിൽക്കുന്നത്, ശരീരം വെടിയുന്ന അവസരത്തിൽ ആ ഭാവം ആരിലാണോ സദാ പ്രകാശിച്ച് നിൽക്കുന്നത്, സ്ഫുരിക്കുന്നത്, അയാൾ എങ്ങോട്ടും പോകുന്നില്ല, അയാൾ മരിക്കുന്നില്ല. മരണസമയത്ത് ആ ജീവൻ തന്നിലെ താനുമായിട്ട് യോജിച്ച് ആ ബ്രഹ്മമായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് മോക്ഷം, മോക്ഷാവസ്ഥ. ആർക്കുമാകാം, ഒരു തടസ്സവുമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നും തടസ്സമല്ല. നിങ്ങളുടെ ദാരിദ്ര്യം, പട്ടിണിയൊക്കെ ഒരുപാട് പറയാനുണ്ടായിരിക്കും. അതൊക്കെ കർമ്മഫലാനുസാരം വന്നു ഭവിച്ചിരിക്കുന്ന പ്രാരബ്ധങ്ങളാണ്. അതൊക്കെ അനുഭവിച്ചു തന്നെ തീർക്കണം. അവരവർ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം അതൊക്കെ അനുഭവിച്ചു തന്നെ തീർക്കണം. ബുദ്ധൻ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞത് 45-ാമത്തെ വയസ്സിലാണ്. അതിനുശേഷം 40 കൊല്ലം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നു ബുദ്ധൻ. രാമകൃഷ്ണദേവൻ ഏതാണ്ട് 35-ാമത്തെ വയസ്സിലാണ് സാക്ഷാത്കാരം നേടിയത്. അതിനുശേഷവും അദ്ദേഹം എത്രയോ വർഷം ജീവിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അറിവ് ഏതൊരാളാണോ തന്നിൽ സ്ഥിരപ്പെടുത്താൻ സാധിക്കുന്നത്, യാതൊരു കാരണവശാലും ആ അറിവ് നില നിങ്ങളിൽ നിന്ന് വഴുതിപ്പോകരുത്. ഞാനെന്ന് പറയുന്നത് നാമരൂപരഹിതമായ സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ശുദ്ധസ്വരൂപം, ആ ബ്രഹ്മസ്വരൂപം, ആ ആത്മസ്വരൂപം, ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, ഊണിലും ഉറക്കത്തിലും കളിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം ആ ഭാവം തന്നിൽ നിലനിൽക്കുന്ന തരത്തിൽ ആയിരിക്കണം ആ മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങേണ്ടത്. ഏത്? ശിവോഹം ശിവോഹം ശിവോഹം. ശിവോഹം എന്ന് പറയുമ്പോൾ ശിവം, ആ മംഗളസ്വരൂപം. ഇതാ പാമ്പൊക്കെ ഇട്ടിരിക്കുന്ന മറ്റേ പാർട്ടിയല്ല. ശിവം, മംഗളസ്വരൂപം. അവിടെ ജാതി മത പരിഗണനകളൊന്നുമില്ല. ശിവം. ക്രിസ്ത്യാനിയുടെ ഉള്ളിലും അതുതന്നെയാണ്, മുസൽമാൻ്റെ ഉള്ളിലും അതുതന്നെയാണ്, പട്ടിയുടെ ഉള്ളിലും അതുതന്നെയാണ്, പൂച്ചയുടെ ഉള്ളിലും അതുതന്നെയാണ്, പതിവ്രതയുടെ ഉള്ളിലും അതുതന്നെയാണ്, വേശ്യയുടെ ഉള്ളിലും അതുതന്നെയാണ്. അതിനെ കാണുന്നവൻ, അതുമായിട്ട് യോജിച്ചിരിക്കുന്നവൻ, അവന് യാതൊരു വ്യത്യാസവുമില്ല. വിദ്യാ വിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശുഭാകേച പണ്ഡിതാഹ സമദർശിനഃ. ആ അറിവുള്ളവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അവനാണ് വിദ്യാസമ്പന്നൻ. വിനയസമ്പന്നെ അവൻ ബ്രാഹ്മണെ ഗവി ഹസ്തിനി, ആനയിലും പശുവിലും ചണ്ടാളനിലും പട്ടിയെ കൊന്നു തിന്ന് പശുവിനെ കൊന്നു തിന്നുന്ന, അല്ലെങ്കിൽ പട്ടിയെ കൊന്നു തിന്നുന്ന ചണ്ടാളനിലും ഒക്കെ അവൻ അതിനെ തന്നെയാണ് കാണുന്നത്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അതിനെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിൽ കണ്ട്
അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ശിവം, ആ മംഗളസ്വരൂപം അതാണ് താൻ എന്ന് ബോധിച്ച് മറ്റുള്ള എല്ലാ മന്ത്രങ്ങളെയും ദൂരെ കളഞ്ഞിട്ട് ഈ മന്ത്രം ഏതൊരാളാണോ സദാ നിലനിർത്തുന്നത് അയാൾക്ക് മുക്തി ഈ ജന്മത്തിൽ തന്നെ, യാതൊരു സംശയവുമില്ല. പക്ഷേ നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഒരിക്കലും ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. വായുവിനെ പിടിച്ചു കെട്ടാൻ കഴിയാത്തതുപോലെ മനസ്സിനെ അടക്കി നിർത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. പക്ഷേ അഭ്യാസേന തു കൗദേയ വൈരാഗ്യേന ച ഗൃഹ്യത. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ. സിമൻറ്റ് കുഴയ്ക്കാൻ നേരത്ത് നമ്മൾ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് കുഴയുകയില്ല. വളരെ സാവധാനത്തിൽ കുഴച്ചാൽ നമുക്ക് കുഴയ്ക്കാൻ സാധിക്കും. കളിമണ്ണിൽ വെള്ളമൊഴിച്ച് കുഴയ്ക്കാൻ ശ്രമിച്ചാൽ വളരെ മെല്ലെ മെല്ലെ അതിനെ കുഴച്ചെടുക്കാൻ സാധിക്കും. പൊടിമണ്ണിൽ വെള്ളം ചേർത്താൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കില്ല. പക്ഷേ ക്രമേണ പതുക്കെ പതുക്കെ വിചാരിച്ചാൽ അതിനെ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ മനസ്സിനെയും നമുക്ക് മെല്ലെ മെല്ലെ പിടിച്ച് ഒതുക്കാൻ സാധിക്കും. അത് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ ഇത് നേടാതെയാണ് ഈ ശരീരം വിട്ടുപോകുന്നത് എങ്കിൽ എന്താ സംഭവിക്കുന്നത്? മുൻ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലാനുസാരം ചിലപ്പോൾ ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരിക്കും ആ ജന്മം വന്നു ഭവിക്കുന്നത് എങ്കിൽ വല്ല പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ ഒക്കെ ജനിക്കേണ്ടി വരും. ഓരോ ശരീരത്തിലും വെച്ച് ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഏറെയുണ്ട്. ഈ ജന്മം തന്നെ ഉദാഹരണമായിട്ട് നിങ്ങൾക്കെടുക്കാം. എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. ചില കർമ്മങ്ങളുടെ ഫലം ഉടനെ തന്നെ അനുഭവിക്കാൻ സാധിക്കും. ചിലതൊക്കെ ജന്മങ്ങൾക്ക് ശേഷമായിരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നത്. അതെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കും. അതാണ് ഓരോ ജന്മത്തിനും കാരണമായിത്തീരുന്നത്. ഈ ജന്മത്തിൽ നമുക്ക് ജനനം മുതൽ മരണം വരെ അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ മുഴുവനും രേഖാമൂലം നിങ്ങളുടെ ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അവസാന നിമിഷം വരെ കാണിച്ചിട്ടുണ്ട്. ആ അവസാന നിമിഷമാകുമ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് പോകും. അത് അവനവനെ ആയിരിക്കും. ചിലപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഒരാൾ സ്വയം വെടിവെച്ച് മരിച്ചു അല്ലേ, റോയ്. ഏത് തരത്തിൽ ജീവിച്ചിരുന്നയാൾ, വളരെ സന്തോഷത്തോടുകൂടി ആർഭാടത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ഈ ശരീരത്തിൽ നിന്ന് തൻ്റെ ജീവനെ മുക്തമാക്കി, ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്തുകൊണ്ട്? അനുവദിച്ചിരിക്കുന്ന സമയം തീർന്നു. അനുവദിച്ചിരിക്കുന്ന സമയം തീർന്നു കഴിയുമ്പോൾ ഒരാളിനും ഒരു നിമിഷം പോലും കൂടുതൽ നിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ ജീവിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ അറിവ് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഈ അസുലഭ സന്ദർഭം, ഇതൊരു അസുലഭ സന്ദർഭമാണ്. കേൾക്കാൻ കഴിഞ്ഞില്ലേ? മോക്ഷമെന്ന് പറയുന്നത് എന്താണ്? തന്നിൽ താനായിരിക്കുക. ഇപ്പോൾ ആരായിരിക്കുന്നു? തന്നിൽ ഞാനായിരിക്കുന്നു. തന്നിലെ തന്നെക്കുറിച്ചുള്ള അറിവാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആ അറിവ് ഉറപ്പിച്ച് ആ അറിവാകുന്ന സ്വരൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ഉറപ്പിച്ച് ഈ ശരീരത്തിൽ അതായിട്ട് നിങ്ങൾ പ്രകാശിക്കണം. തന്നിലെ താനായിട്ട് പ്രകാശിക്കണം. തന്നിലെ താൻ, ദി അൺലിമിറ്റഡ് ആയി
ഇപ്പോൾ നിങ്ങൾ തന്നിൽ ഞാനായിരിക്കുന്നു, ലിമിറ്റഡായി ഈ ശരീരത്തിൽ ഗോമതി ആയിരിക്കുന്നു, ഔസേപ്പ് ആയിരിക്കുന്നു, ബഷീർ ആയിരിക്കുന്നു, ഈ ശരീരത്തിൽ മാത്രം ലിമിറ്റഡായി ഞാൻ. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ വിടർത്തി ഈ ഞാനല്ല ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെത്താൻ. അത് തന്നിൽ മാത്രമല്ല, സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് തന്നിലെത്താൻ എന്ന് ബോധിച്ച് ഞാൻ ഭാവത്തിൽ നിന്ന് ആരാണോ തൻ്റെ ശ്രദ്ധയെ താൻ ഭാവത്തിലേക്ക് ഉയർത്തുന്നത്, ദാറ്റ് ഈസ് ഉദ്ധരേതാത്മനാത്മാനം. വളരെ നിസ്സാരമല്ലേ? ഭാവം മാത്രം മതി. യദ്ഭാവോ തദ്ഭവതു. ആ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ താൻ ഭാവത്തിലേക്ക് ഉയർത്താൻ സാധിക്കുമെങ്കിൽ എന്താ തടസ്സം? ഒരു തടസ്സവുമില്ല. ഭാര്യ തടസ്സമല്ല, മക്കൾ തടസ്സമല്ല, ഭർത്താവ് തടസ്സമല്ല, ദാരിദ്ര്യം തടസ്സമല്ല, സാമ്പത്തിക ശേഷി തടസ്സമല്ല, കടം തടസ്സമല്ല, രോഗം തടസ്സമല്ല, ഒന്നും തടസ്സമല്ല. ഭാവം മാത്രം മതി. ഇനി മുതൽ ഞാൻ ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല, നാമരൂപരഹിതമായി എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ശുദ്ധ സ്വരൂപമാണ് എന്ന ബോധനിലയിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ ഉയർത്തി സ്ഥിരപ്പെടുത്തുന്നത്, അവനെയാണ് സ്ഥിരപ്രജ്ഞൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ സ്ഥിരപ്രജ്ഞത്വത്തിലേക്ക് നിങ്ങളെ ഉയർത്താനുള്ള അവസരമാണ് ഇത്. ഈ അറിവ് നിങ്ങൾ സ്വയം അങ്ങോട്ട് ഏറ്റെടുക്കണം. യെസ്, ഐ എം ദാറ്റ്. അതാണ് ഞാൻ. ഇനി മുതൽ ഞാൻ എന്നിലെ ഞാനല്ല, ഞാൻ എന്നിലെ താൻ. അതാണ് വേദാന്ത ഡിണ്ടിമത്തിൽ പറയുന്ന. വേദാന്ത ഡിണ്ടിമം എന്ന് പറഞ്ഞാൽ വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യൈവം പുനഃ. അഹം സാക്ഷി, ഞാനെന്ന് പറയുന്നത് ആരാണ്? എന്നിലെ താൻ. ആ താൻ ആരാണ്? എന്നിലെ സാക്ഷി ചൈതന്യം. എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. അതുകൊണ്ടാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് അഹം സാക്ഷി ഇതി വിദ്യാത് വിവിച്യ ഏവം പുനഃ. വീണ്ടും 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 അതിനെ തന്നെ വിചാരം ചെയ്ത് സ ഏവ മുക്തഃ സ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഃ. സ ഏവ മുക്തഃ. ആരാ മുക്തനാകുന്നത്? ഈ അറിവ് നിലയിലേക്ക് ഉണർന്ന് ഞാൻ ആ സാക്ഷി സ്വരൂപമാണ് എന്ന് ബോധിച്ച് ആരാണോ സ്വയം പ്രഖ്യാപിച്ച് സദാസമയവും ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നത്, അവനെയാണ് മുക്തൻ എന്ന് പറയുന്നത്. മുക്തി ആർക്കാണ് കിട്ടുന്നത്? ഈ ഭാവം, ഈ ശ്രദ്ധ, ഈ നില ആർക്കാണോ തന്നിൽ നിലനിർത്താൻ കഴിയുന്നത്, അയാളെയാണ് മുക്തനെന്ന് പറയുന്നത്. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യൈവം പുനഃ സ ഏവ മുക്തഃ സ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഃ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. ആരാ വിദ്വാൻ? ഈ അറിവ് നേടിയിട്ടുള്ളവൻ. ഈ അറിവിപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നേടിക്കഴിഞ്ഞു. ഇനി ആ അറിവ് നിലയിലേക്ക് നിങ്ങളെ ഉയർത്തണം, ഉദ്ധരിപ്പിക്കണം. എങ്ങനെയാണ് ഉദ്ധരിപ്പിക്കേണ്ടത്? നിരന്തര വിചാരത്തിലൂടെ. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ. സദാസമയവും ആ ഭാവം. അതാണ് അഹം സാക്ഷീതി വിദ്യാത് വിവിച്യൈവം പുനഃ സ ഏവ മുക്തഃ സ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഃ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. ആത്മപഞ്ചകത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന ഒരു മന്ത്രമുണ്ട്. രജ്ജു അജ്ഞാനാത് ഭാതിർ രജ്ജുർ യഥാ അഹിഹി. രജ്ജു അജ്ഞാനാത്, കയറിനെ തിരിച്ചറിയാത്തത് കൊണ്ട് ആ കയറിൽ പാമ്പിനെ കണ്ടു. രജ്ജു അജ്ഞാനാത്
ഭാതി രജ്ജുർ യഥാ അഹിഹി. ഏതു പ്രകാരമാണോ അത് കയറാണെന്ന തിരിച്ചറിവില്ലാതിരുന്നപ്പോൾ അതിൽ പാമ്പിനെ ദർശിച്ചത്, അതുപോലെ സ്വാത്മാജ്ഞാനാദാത്മനോ ജീവഭാവഃ. സ്വാത്മാജ്ഞാനാത്, തൻ്റെ ആത്മചൈതന്യത്തെക്കുറിച്ചുള്ള ബോധമില്ലാതിരുന്നപ്പോൾ, അറിവില്ലാതിരുന്നപ്പോൾ, ആ ആത്മചൈതന്യത്തെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്ന അവസ്ഥ എന്താണ്? തന്നിലെ തന്നെക്കുറിച്ച് അറിയാതിരിക്കുന്ന അവസ്ഥ. തന്നിൽ ഞാനായിരിക്കുന്ന നില അജ്ഞാനനില, തന്നിൽ താനായിരിക്കുന്ന നില ജ്ഞാനനില. അതാണ് ഇവിടെ പറയുന്നത്, ആത്മാജ്ഞാനാദാത്മനോ ജീവഭാവഃ. തന്നിലെ ആത്മചൈതന്യത്തെക്കുറിച്ചുള്ള അജ്ഞാന ദശയിലായിരുന്നപ്പോൾ ഞാൻ ജീവഭാവത്തിലിരുന്നു, ഞാൻ എന്നിൽ ഞാൻ ഭാവത്തിലിരുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും ആ ഞാൻ ഭാവത്തിലാണെങ്കിൽ ജീവഭാവത്തിൽ, ഞാൻ ഭാവത്തിൽ. എന്നാൽ ഏതൊരാളാണോ ആപ്തോക്ത്യാഹി ഭ്രാന്തിനാശേ സരജ്ജുഹു, ആപ്തോക്ത്യ, ആപ്തൻ ആരാണ്? ആ അറിവ് നേടിയവൻ, ആപ്തൻ. ആപ്തോക്ത്യാഹി ഭ്രാന്തിനാശേ. എന്താ ഭ്രാന്തി? ഞാൻ ഭാവം. ഞാൻ എന്ന് പറയുന്നത് കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസൽമാനാണ്, ഈ തരത്തിലുള്ള ഭ്രാന്തി. ഇതെല്ലാം ആപ്തോക്ത്യ ഇല്ലാതായി. ആപ്തൻ പ്രാപിച്ചവൻ. ഏതിനെ പ്രാപിച്ചവൻ? ആ ജ്ഞാനത്തെ പ്രാപിച്ചവൻ. അവനെയാണ് ആപ്തൻ എന്ന് പറയുന്നത്. ആപ്തോക്ത്യാഹി ഭ്രാന്തിനാശേ സ രജ്ജുഹു ജീവോനാഹം ദേശികോക്ത്യ ശിവോഹം. ആപ്തോക്ത്യ, ആ ഗുരുവിൻ്റെ, ആപ്തൻ ഗുരു, വസ്തുപ്രാപ്തിയിലേക്ക് ഉണർന്നവൻ. ആപ്തോക്ത്യാഹി ഭ്രാന്തിനാശേ. എന്താ സംഭവിക്കുന്നത്? ദേശികോക്ത്യ ശിവോഹം ജീവോനാഹം. ഈ ജീവനല്ല ഞാൻ, നാമരൂപധാരിയായ ജീവനല്ല ഞാൻ എന്നുള്ള അറിവ് നില എപ്പോഴാണ് ഉണ്ടായത്? ഇതുപോലെയുള്ള സത്സംഗത്തിലൂടെ. ആപ്തോക്ത്യ, ആപ്തന്മാർ, ആ വസ്തുബോധത്തിലേക്ക് ഉണർന്നവരുടെ സത്സംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ബോധവാനായി ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, പിന്നെയോ ശിവോഹം, ആ ശിവസ്വരൂപം, ആ മംഗളസ്വരൂപം, തന്നിലെ താനാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ യഥാർത്ഥ ഞാൻ എന്നുള്ള അറിവ് നിലയാണ് മോക്ഷനില. വളരെ നിസാരമായിട്ട് ഓരോരുത്തർക്കും പ്രാപിക്കാവുന്ന ഒരു സന്ദർഭമാണ് ഇത്. അതുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് കരുതാതെ ഈ ലോകത്ത് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്, ഏതെല്ലാം ജന്മങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ആ ജന്മങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഈ അറിവ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ജന്മങ്ങളിൽ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പ്രാപ്തിയിലെത്തിയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾ ജീവഭാവത്തിൽ ഇവിടെ ഉണ്ടായിരിക്കും ആയിരുന്നില്ല. പിന്നെ എവിടെ ആകുമായിരുന്നു? ആ ബ്രഹ്മമായിട്ട് മാറിയേനെ. ഏത് ശരീരത്തിൽ വെച്ചാണോ, ഏത് ജന്മത്തിൽ വെച്ചാണോ ഈ അറിവുണ്ടാകുന്നത്, ആ ജന്മത്തിൽ ശരീരം വെടിയുന്ന അവസരത്തിൽ ആ ബ്രഹ്മമായിട്ട് മാറും. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപമായിട്ട് മാറും. പിന്നെ പുനർജന്മമില്ല. കാരണം മരണമില്ലാത്ത ആ വസ്തുബോധത്തിലേക്ക് ഉണരാൻ സാധിക്കും. അതാണ് ആത്മപഞ്ചകത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. രജ്ജു അജ്ഞാനാത് ഭാതി രജ്ജുർ യഥാ അഹിഹി. രജ്ജുവിനെ കുറിച്ചുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ട് ആ കയറിൽ പാമ്പിനെ ദർശിച്ചു. സ്വാത്മാ അജ്ഞാനാത് ആത്മനോ ജീവഭാവ. അതുകൊണ്ട് അതുപോലെ കയറിനെ തിരിച്ചറിയാതിരുന്നപ്പോൾ കയറിൽ ഏതു പ്രകാരമാണോ പാമ്പിനെ കണ്ടത്, അതുപോലെ എന്നിലെ ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാതിരുന്നത് കൊണ്ട് ഞാൻ എന്നിൽ അജ്ഞാനിയായിട്ടിരിക്കുന്നു, ജീവഭാവത്തിലിരിക്കുന്നു. എല്ലാവരും ജീവഭാവത്തിൽ, ഞാൻ ഭാവത്തിലിരിക്കുകയല്ലേ. നിങ്ങളുടെ ഉള്ളിൽ ആ ശുദ്ധസ്വരൂപം, ആ ദിവ്യസ്വരൂപം,
ആ ഈശ്വര ചൈതന്യം സ്വയം പ്രകാശിച്ച് നിന്നിട്ടും അതിലേക്ക് നിങ്ങളുടെ ദൃഷ്ടി പതിഞ്ഞിട്ടില്ല. എവിടെ ഈശ്വരൻ ഇരിക്കുന്നത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഒരിടത്തും പോകണ്ട, കാശിയിലോ കൈലാസത്തിലോ ഒന്നും പോയാൽ ഈശ്വരനെ കിട്ടുകയില്ല. ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ കൈപ്പിടിയിലിരിക്കുന്നു, ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ ഇരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളായിട്ടിരിക്കുന്നു. നിങ്ങൾ ഈശ്വരൻ തന്നെയാവുന്നു. അതല്ലേ വേദം ഘോഷിക്കുന്നത്, തത് ത്വമസി, നീ അതാവുന്നു. ഏത്? തൻ്റെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ. ഞാനിൽ നിന്ന് നിങ്ങൾ, നിങ്ങളിൽ തന്നെയുള്ള തന്നിലെ യഥാർത്ഥ സ്വരൂപത്തെ, അതാണ് ഇവിടെ പറയുന്നത്. ആപ്തോക്ത്യാഹി ഭ്രാന്തിനാശേ, ഗുരുമുഖത്തു നിന്ന് ലഭിച്ച അറിവിലൂടെ, ആപ്തോക്ത്യാഹി ഭ്രാന്തിനാശേ, ആ ഭ്രാന്തി നശിച്ചപ്പോൾ, ഏതാ ഭ്രാന്തി? ഞാൻ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, ജീവഭാവത്തിലിരിക്കുന്ന ആ ഭ്രാന്തി നശിച്ചപ്പോൾ ഞാൻ എന്തായി മാറി? ദിവ്യസ്വരൂപിയായിട്ട് മാറി. ജീവോനാഹം ദേശികോക്ത്യ ശിവോഹം. ആ അറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ജീവഭാവം മാറി ശിവഭാവത്തിലേക്ക് അയാൾ ഉണർന്നു. എല്ലാവർക്കും അതിനുള്ള അവസരമുണ്ട്. ആപ്തോക്ത്യാഹി ഭ്രാന്തിനാശേ ശിവോഹം ശിവോഹം ശിവോഹം. ആ മന്ത്രമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ സ്ഫുരിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന്. ശിവം, ആ മംഗളസ്വരൂപം തന്നിലെ താൻ. ശങ്കരാചാര്യസ്വാമികളുടെ ഒരു ശിഷ്യൻ സുരേശ്വരാചാര്യർ, അദ്ദേഹത്തിൻ്റെ മാനസോല്ലാസം, ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് മാനസോല്ലാസം. അതിൽ ഒരു മന്ത്രത്തിൽ പറയുന്നു, നിദ്രയാ ദർശിത അനർത്ഥാൻ ന പശ്യതി യഥോദ്ധിത. നിദ്രയാ ദർശിത അനർത്ഥാൻ ന പശ്യതി യഥാ ഉദ്ധിത. സ്വപ്നത്തിൽ കണ്ട സ്വപ്നദർശനങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവൻ കാണാതിരിക്കുന്നത് പോലെ, ഉണർന്നവന് ഉണ്ടാകാതിരിക്കുന്നത് പോലെ. നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്നു. ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്വപ്നം നമുക്കില്ല. അതാണ് പറയുന്നത്, നിദ്രയാ ദർശിത അനർത്ഥാൻ ന പശ്യതി യഥോ ഉദ്ധിത. ഉണർന്നവന് ആ സ്വപ്ന ദർശനം ഏതുപോലെയാണോ ഇല്ലാതിരിക്കുന്നത്, അതുപോലെ സമ്യജ്ഞാനോദയാത് ഊർധ്വം. സമ്യജ്ഞാനം, സത്യമായ ജ്ഞാനം. ഏതാ ജ്ഞാനം? ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല, നാമരൂപരഹിതമായ ആ ശുദ്ധ സ്വരൂപം, ആ ചൈതന്യ സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് സമ്യക്കായിട്ടുള്ള ജ്ഞാനം. അതാണ് ഇവിടെ പറയുന്നത്, സമ്യജ്ഞാനോദയാദൂർധ്വം. ആ ജ്ഞാനം ഉണ്ടായതിന് ശേഷം വിശ്വം ന പശ്യതി. ആ ജ്ഞാനത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാണപ്പെടുന്ന ലോകം അവന് ഇല്ല. ഉണ്ടെങ്കിലും ഇല്ല. ഉള്ളതുപോലെ കാണപ്പെടുന്നു. ഈ പ്രപഞ്ചം മുഴുവനും ഉള്ളതുപോലെ കാണപ്പെടുന്നു. ഏതു പ്രകാരമാണോ അതിൽ പ്രയോഗിച്ചിരിക്കുന്ന ആയം തീരുന്നത് അതുവരെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്താലും പെട്ടെന്ന് ഫാനിൻ്റെ കറക്കം നിൽക്കില്ല, അല്ലേ? കുറേ സമയം കഴിഞ്ഞ് കറങ്ങി അത് നിൽക്കൂ. അതുപോലെ ഈ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാലും ആ പ്രാരബ്ധം, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വം ഇല്ലാതായി തീരണമെങ്കിൽ എന്താ വേണ്ടത്? അതിൽ പ്രയോഗിച്ചിരിക്കുന്ന ആയം തീരണം. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ഈ അറിവ് നില സ്വായത്തമാക്കി സദാസമയവും ഈ നാമരൂപധാരിയായ ഞാനല്ല, ഈ നാമരൂപരഹിതമായ എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ശിവം, ആ മംഗളസ്വരൂപം, ആ ബ്രഹ്മസ്വരൂപം, അതാണ് തന്നിലെ താൻ എന്ന ഭാവം, എന്ന ബോധം നിങ്ങളിൽ സദാ നിൽക്കത്തക്കവണ്ണമുള്ള ഒരു ഭാവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഞങ്ങൾ നാളെ തിരുവണ്ണാമലയ്ക്ക് പോവുകയാണ്. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച
അത് ഏത് തീയതിയാണ്? മാർച്ച് 1 മാർച്ച് 1 അടുത്ത ഞായറാഴ്ച ഈ പ്രഭാഷണം ഉണ്ടായിരിക്കില്ല. അതിനടുത്ത ദിവസം 8 ഉണ്ടായിരിക്കും. അന്ന് എല്ലാവരും തന്നിലെ താനായിട്ട് ഇവിടെ വന്നു ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം നിർത്തുന്നു. ഓ